ഭാരത സർക്കാർ യുവജന കായിക മന്ത്രാലയം മേരാ യുവഭാരതും തിരുവനന്തപുരം ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷനും ചേർന്ന് നടത്തിയ പരിപാടിയിൽ തിരുവനന്തപുരം ജില്ലയിൽ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നടത്തിയ വിദേശ പര്യടനത്തിന് ശേഷം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തി. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിദേശ രാജ്യങ്ങളിൽ പ്രമുഖ ഇന്ത്യൻ പ്രതിനിധികൾ നടത്തിയ സന്ദർശനവും ചർച്ചകളിലും വിദ്യാർത്ഥികൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. നമസ്കാരം സർ, ഞാൻ ശ്രീലക്ഷ്മി, ഹോളി ഏഞ്ചൽസ് കോൺവെന്റ് എച്ച് നിന്ന് വരുന്നു. കാശ്മീരിനെ ഭൂമിയിലെ സ്വർഗം എന്നാണല്ലോ വിശേഷിപ്പിക്കാറുള്ളത്. ഇപ്പോൾ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പലരും അവരുടെ കാശ്മീർ യാത്രകൾ മാറ്റിവെക്കാറുണ്ട്, അല്ലെങ്കിൽ ഉപേക്ഷിക്കാറുണ്ട്. അവരുടെ ആശങ്കകൾ എങ്ങനെയാണ് മാറ്റുക? കാശ്മീരിൽ നമ്മളെ സംബന്ധിച്ചോളം കാശ്മീരിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു മാറ്റം, കാശ്മീരിലെ ഇൻവെസ്റ്റ്മെൻറ്റ്, കാശ്മീരിൻ്റെ എക്കോണമി, കാശ്മീരിലെ വിനോദസഞ്ചാര മേഖല, ഇത് ഈ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റമാണ്. ഏതാണ്ട് 2.5 കോടി ആളുകൾ കഴിഞ്ഞ 1 വർഷം കാശ്മീർ സന്ദർശിച്ചു എന്നാണ് ഗവൺമെൻറ്റിൻ്റെ കണക്ക്. നമുക്ക് കാശ്മീരിൽ ഇനി പോകാൻ പറ്റുമോ, പോകാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി അതിലുണ്ട്. ഭാരത സർക്കാർ യുവജന കായിക മന്ത്രാലയം മേരാ യുവഭാരതം ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷൻ തിരുവനന്തപുരവും ചേർന്ന് നടത്തിയ പരിപാടിയിൽ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്കൂളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഭീകരാക്രമണം നടത്തിയ ആളുകൾക്കെതിരായിട്ട്, ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ, അതിന് പരിശീലനം നൽകിയ സംഘടനകൾക്കും ശക്തികൾക്കുമെതിരായിട്ട് അങ്ങനെയുള്ളവരുടെ കേന്ദ്രങ്ങളിൽ ആക്രമിക്കുക, ആ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കുക, അങ്ങനെ ഒരു സമീപം ഇന്ത്യ എടുത്തു എന്നുള്ളത് ലോകത്തിലെ ഞങ്ങൾ ഇടപെട്ട മുഴുവൻ ആളുകളും അപ്രിഷ്യേറ്റ് ചെയ്തു. അതോടൊപ്പം നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യം, നോൺ എസ്കലേറ്ററി ആയിരിക്കും ഇന്ത്യയുടെ സമീപനം. ഒരു രാജ്യം ഭീകരവാദത്തെ നയപരമായി എങ്ങനെ സമീപിക്കുകയാണ് എന്നതിനുള്ള ഉദാഹരണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറും അതിനു പിന്നാലെ നടത്തിയ വിദേശ ചർച്ചകളും. മുൻ കേരള സർവകലാശാല VC പ്രൊഫസർ G ഗോപകുമാർ പരിപാടിയുടെ അധ്യക്ഷത വഹിച്ചു. ജനം, തിരുവനന്തപുരം.